തന്നിരിക്കുന്ന സീക്വൻസിലെ രണ്ടാമത്തെ ടേമായ 10, ഏഴാമത്തെ ടേമായ 30. 30 നിന്ന് 10 കുറയ്ക്കുന്നു, 20 കിട്ടുന്നു. അതിന്റെ പൊസിഷനുകളായ 7, 2, 7 2 കുറയ്ക്കുന്നു, 5 കിട്ടുന്നു. തമ്മിൽ ഹരിക്കുമ്പോൾ ആരെ കിട്ടുന്നു? 4 കിട്ടും. ഈ 4 എന്ന് പറയുന്നത് ആരാണെന്ന് നോക്കിയേ, ആ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അല്ലേ. അപ്പൊ നമ്മൾ ആര് ചെയ്താലും നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതി ചെയ്യുവാണെങ്കിൽ കോമൺ ഡിഫറൻസ് കിട്ടും. നമുക്കൊരു ഇക്വേഷൻ ആക്കാം. 30ഉം 10ഉം, 30 എന്ന് പറയുന്നത് ടേമാണ്, 10 എന്ന് പറയുന്നത് ടേമാണ്. അപ്പൊ അവരെ തമ്മിൽ കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയ എന്തായിരുന്നു? ടേം ഡിഫറൻസ് ആയിരുന്നു. ഡിവൈഡ് ബൈ 7 എന്ന് പറയുന്നത് 30ന്റെ പൊസിഷൻ ആയിരുന്നു, 2 എന്ന് പറയുന്നത് 10ന്റെ പൊസിഷൻ ആയിരുന്നു. അപ്പൊ അവരെ തമ്മിൽ കുറയുമ്പോൾ കിട്ടുന്നത് പൊസിഷൻ ഡിഫറൻസ് ആണ്. അപ്പൊ ടേം ഡിഫറൻസിന്റെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് വരച്ചാൽ കിട്ടുന്ന സാധനം എന്താണ്? കോമൺ ഡിഫറൻസ്. സോ നമുക്ക് അതിനെ ചുരുക്കി ഇങ്ങനെ എഴുതാം: TD ബൈ PD, TD ബൈ PD ഇസിക്കൽ ടു CD എന്ന് പറഞ്ഞാൽ ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഇസിക്കൽ ടു കോമൺ ഡിഫറൻസ്. ഇപ്പൊ പഠിച്ച ഇക്വേഷൻ കൊണ്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. സപ്പോസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ 5ാമത്തെ ടേം എന്ന് പറയുന്നത് ഇപ്പോൾ x5 25 ആണ്. അതിന്റെ 15ാമത്തെ ടേം എന്ന് പറയുന്നത് 75 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ CD കണ്ടുപിടിക്കണം. സോ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ CD ഇസിക്കൽ ടു ഇക്വേഷൻ എന്തായിരുന്നു? TD ബൈ PD. ആരായിരുന്നു TD എന്ന് പറയുന്ന? ടേം ഡിഫറൻസ്. ടേം ഡിഫറൻസ് പറഞ്ഞ ടേമുകൾ ആരൊക്കെയായിരുന്നു? 75ഉം 25ഉം. 75 മൈനസ് 25. അടുത്ത PD ആരായിരുന്നു? പൊസിഷൻ ഡിഫറൻസ്. 15 മൈനസ് 5. 75 മൈനസ് 25 50. 15 മൈനസ് 5 10. വെട്ടിപ്പോകുമ്പോഴത്തേക്ക് ആരെ കിട്ടും? 5 കിട്ടും. സോ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് D ഇസിക്കൽ ടു ആരെന്ന് കിട്ടി? 5 കിട്ടി. സോ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? D കണ്ടുപിടിക്കാം.